ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലാകുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന സകല സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ തുടർമാനമായിട്ട് യാക്കോബിന്റെ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ബൈബിൾ എടുത്ത് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് തിരിയുക. അതിന്റെ 3-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. യാക്കോബിൽ നമ്മൾ ഇതുവരെ കണ്ട കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. യാക്കോബിന്റെ വിഷയം വിശ്വാസമാണെന്ന് നമ്മൾ പറഞ്ഞു. വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അതിനാൽ ഉളവാകുന്ന നിർവ്യാജ ഭക്തി, അതാണ് യാക്കോബിന്റെ മനസ്സിലുള്ളത്. വിശ്വാസം പരീക്ഷകളിലൂടെ കടന്നുപോയി അത് ഭക്തിയായിട്ട് വളരണം. അങ്ങനെ കടന്നു വരുന്ന നിർവ്യാജ ഭക്തിയുടെ 3 ഫലങ്ങളാണ് ഈ ലേഖനത്തിൽ യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നത്. 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു സഹോദര പ്രീതി, അല്ലെ? പ്രത്യേകിച്ച് അശരണരായിട്ടുള്ള 1-ാമത്തെ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്ന ഭക്തി. കഷ്ടതയിലിരിക്കുന്ന പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള പ്രയാസത്തിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടുള്ള നമ്മുടെ സ്നേഹം, വിവേചനമില്ലാത്ത സ്നേഹം, ഇതൊക്കെ 2-ാം അധ്യായത്തിൽ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് പഠിച്ചു. പിന്നീട് 2-ാമത്തെ അധ്യായത്തില് വീണ്ടും യാക്കോബ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ശരിയായ വിശ്വാസമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ ഉളവാക്കണം. രക്ഷ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ അത്രേ. പക്ഷെ രക്ഷിക്കപ്പെടുത്തുന്ന ശരിയായ വിശ്വാസം പ്രവൃത്തികൾ ഉളവാക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, ഒരു വ്യക്തി പറയുകയാണ് അവന് വിശ്വാസമുണ്ട് പക്ഷെ പ്രവൃത്തിയില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ വിശ്വാസം പൈശാചിക വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ അപ്പൊ പറച്ചിലൊന്നും വലിയ പ്രാധാന്യമില്ലാത്തതാണല്ലേ, അല്ലേ? നമ്മുടെ വാക്കുകളൊക്കെ പിന്നെ എന്തായാലും അപ്പൊ കുഴപ്പമില്ലല്ലോ, കാരണം പ്രവൃത്തിയിലാണല്ലോ കാര്യം. അങ്ങനെ ആരും വാക്കുകളെ നമ്മൾ സൂക്ഷിക്കാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3-ാമത്തെ അധ്യായത്തിൽ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് നാവിനെ കുറിച്ചാണ്. അതായത് പറച്ചിലിൽ മാത്രം നിർത്തരുത്, പ്രവൃത്തികളും കാണണം വിശ്വാസ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തും പറയാമെന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അടുത്തത് ഇനി വാക്കുകൾക്കും ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇനി നാവിനെ കടിഞ്ഞാണിടുന്ന വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നാവിനെ കടിഞ്ഞാണിടുന്ന വിശ്വാസം. അപ്പോൾ 3-ാം അധ്യായം മൊത്തം ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 18 വാക്യങ്ങളുണ്ട്. 18 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ആദ്യം എല്ലാവരും യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ബൈബിൾ ഉള്ളവർ തുറന്ന് നോക്കുക. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീപിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവു പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല.
നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യും. ആമേൻ. ഹല്ലേലൂയ. നാവിനെ കടിഞ്ഞാണിടുന്ന വിശ്വാസം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ രോഗമുണ്ടെന്ന് പറയുമ്പോൾ അവർ ആദ്യം എന്താ പറയുന്നത്? നാക്കിങ്ങോട്ട് പുറത്തേക്ക് ഇട്ടേന്ന് പറയും, അല്ലേ? എന്നിട്ട് നാവ് നോക്കുമ്പോൾ മനസ്സിലാവും രോഗം എന്താണെന്ന്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തിലും നാവിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഒരാളുടെ നാവ് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വാക്കുകൾ നോക്കിയാൽ, സംസാരം നോക്കിയാൽ അറിയാൻ പറ്റും അവൻ ശരിയായുള്ള ഭക്തനാണോ അല്ലേന്ന്. അത് ഓൾറെഡി നമ്മൾ കണ്ട കാര്യമാണ്. യാക്കോബ് 1:26. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. തോന്നിയ പോലെ സംസാരിച്ചിട്ട് സഭയെ കയറി വന്നിരുന്ന് പാട്ടുപാടിയാൽ ഭക്തനാകുകയില്ല. വീട്ടിൽ കിടന്ന് അടിപിടിയൊക്കെ കാണിച്ചു വെച്ച് ഇവിടെ വന്ന് വലിയ സ്തോത്രം പറച്ചില്, അങ്ങനെയുള്ളവരെ കുറിച്ച് രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നു. ഒന്ന്, അവന്റെ ഭക്തി വട്ടപൂജ്യം. രണ്ട്, അവനെ തന്നെ ചതിക്കുകയാണ്. അവന്റെ വിചാരം അവൻ വലിയ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ഒന്നുമല്ല, അവൻ വെറും മണ്ടൻ. അവന്റെ ഭക്തി വട്ടപൂജ്യം. അപ്പൊ നമ്മളോടൊന്നെ ചോദിച്ചേ, ഇവിടെ വന്ന് ആരാധിക്കുന്നോണ്ട് വീട്ടിൽ പോയിട്ട് സംസാരം മാറുന്നുണ്ടോ? വീട്ടിൽ പോയിട്ട് സംസാരം മാറുന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന് എത്ര ബോളം വെച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഭക്തി വട്ടപൂജ്യം. നിങ്ങൾ നിങ്ങളെ തന്നെ കബളിപ്പിക്കുകയാണ്. സംസാരത്തിൽ രൂപാന്തരം വരുത്താത്ത വിശ്വാസം കപട വിശ്വാസം. വിശ്വാസിയായിട്ട് നമ്മുടെയൊക്കെ സംസാരം മാറിയോ? മാറിയില്ലെങ്കിൽ അത് വ്യാജം, വട്ടപൂജ്യം ഭക്തി. ദൈവത്തോടൊരു കൂറുമില്ലാത്തവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാവ് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. അത് വിശ്വാസ ജീവിതത്തിൽ, ശരിയായ നിർവ്യാജ വിശ്വാസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഭക്തിയേ ഇല്ല നമുക്ക് നാവിന് കടിഞ്ഞാണിടാൻ കഴിയുന്നില്ലെങ്കിൽ. അല്ലാതെ അല്പം ഭക്തിയൊക്കെ കൊണ്ട് ഞാൻ ഇച്ചിരി ബലക്ഷയം വന്ന ഭക്തനാണെന്നല്ല. ഭക്തിയേ ഇല്ല. തോറ്റ് തുന്നമ്പാടി SSLCക്ക് 10 പ്രാവശ്യം തോറ്റ വ്യക്തി പറയാണ്, ഞാൻ കുഴപ്പമില്ലാതൊക്കെ പഠിക്കുന്നുണ്ടോ? എവിടെ കുഴപ്പമില്ലാതെ പഠിക്കുന്നു? നീ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും ജയിച്ചിട്ടില്ല, നീ ഭൂലോക തോൽവി എന്നാ പറഞ്ഞിരിക്കുന്നേ. അത്രയ്ക്ക് കാര്യമായ കാതലായ വിഷയമാണ് നാവിന് കടിഞ്ഞാണിടുക. ഇത് ഇത്ര കടികട്ടിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ വിശ്വാസികൾ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ടങ്ങ് വീട്ടിൽ പോകും, അല്ലേ? നമ്മൾ തന്നെ എത്ര പ്രസംഗം കേട്ടിട്ടുണ്ട് നാവിനെ കുറിച്ച്? പലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്, ഇടക്കിടക്കൊക്കെ ചില പ്രസംഗിക്കാറുണ്ട്. പൊതുവെ പ്രസംഗിക്കാറില്ല ഇതൊന്നും അല്ല നമ്മൾ ഭക്തിയായിട്ട് പറയുന്നത്, അല്ലേ? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ട് പാടുക, തുള്ളുക, സഭയെ വന്ന് കുറെ കോപ്രായം കാണിക്കുക, അല്ലെ? മതപരമായ കുറെ കാര്യങ്ങളിൽ ഏർപ്പെടുക, അപ്പൊ ഭക്തിയായി. നാവിന് കടിഞ്ഞാണിടാത്തവന്റെ ഭക്തി വട്ടപ്പൂജെന്ന് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ചിന്തയിൽ ഇത് കടന്നു വന്നിട്ടില്ല. ഭക്തി ഇല്ല, വട്ടപൂജ്യം, നാവിന് കടിഞ്ഞാണിടാൻ കഴിയുന്നില്ല, അല്ലേ? അപ്പൊ അത്ര കാതലായ ഒരു വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വേദഭാഗം തുടങ്ങുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യത്തോടെയാണ്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. കേട്ടോ? അത് എല്ലാവർക്കും പ്രസംഗിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്, അല്ലേ? നമ്മുടെയൊക്കെ സഭകളിൽ അന്യോന്യം ശുശ്രൂഷിക്കുന്നതിന് ഒരുപാട് എന്താ പറയുക, പ്രോത്സാഹനം കൊടുക്കുന്ന സഭകളാണ്. ചില സഭകളിൽ അങ്ങനെയല്ലല്ലോ, ഒരു പള്ളിയിലച്ഛൻ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സഭകളാണല്ല, എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്, നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കണം. അതൊക്കെ വചനപരമായ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഉപദേശിക്കാൻ എല്ലാവരും യോഗ്യരല്ല. കാരണം എന്താണ്? ഉപദേശിക്കുന്ന വ്യക്തികൾക്ക് എന്തുണ്ട്? അധികം ശിക്ഷാവിധി. കേട്ടോ?
അതായത് ഈ പഠിപ്പിക്കുന്ന എനിക്ക് നിങ്ങളെക്കാളെല്ലാം കൂടുതൽ ശിക്ഷാവിധിയായിരിക്കും. അത് മനസ്സിലാവുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരുപോലല്ല കർത്താവ് വിധിക്കാൻ പോകുന്നത്. നിനക്ക് ഞാൻ ഇത്രയും വചനം പഠിപ്പിച്ചു തന്നിട്ട് നിന്നെ ഞാൻ അനുസരണത്തിൽ നിന്നെ അളക്കാൻ പോകുന്നത് മറ്റുള്ളവരെ പോലല്ല. നീ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി പോയവനില്ലയോ, നിന്റെ അനുസരണം എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നത് ദൈവം ആ കൊടുത്ത അളവിനുള്ള അത്ര കടുപ്പത്തിലായിരിക്കും. അപ്പോൾ ഉപദേഷ്ടാക്കനാകാൻ മുതിരണ്ടെന്നാ പറഞ്ഞത്. അധികം പേര് മുതിരണ്ട. കാരണം നിങ്ങൾ വായിക്കൂടതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഈ നാവ് നല്ല കപടഭക്തിയുടെ ഒരു ആയുധമായി മാറും. ന്യായവിധിക്ക് നിങ്ങൾ ചെന്ന് അകപ്പെടും. ആ അപകടം നിങ്ങളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാക്കോബ് ഇത് പറയും. അധികം പേരൊന്നും അങ്ങനെ ഉപദേഷ്ടാക്കന്മാരാകണ്ട. എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞോ, എഴുന്നേറ്റ് വചനത്തിൽ നിങ്ങൾ പഠിച്ചെന്തെങ്കിലും ഒരു കാര്യം അന്യോന്യം പ്രോത്സാഹനത്തിന് വേണ്ടി പറയാം, സഹോദരിമാർക്ക് പ്രവചിക്കാം എന്നൊക്കെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പ്രബോധിപ്പിക്കാം, ഉപദേശം കൊടുക്കുക, ആധികാരികമായിട്ട് വചനം പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറയുവാൻ മുതിരണ്ട. അധികം പേര് മുതിരണ്ട. അതിനൊക്കെ ഉള്ള വിളിയുള്ളവർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഭയപ്പെടണം. നിങ്ങളുടെ നാവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞാണ് ഈ വേദഭാഗം തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഓരോ വാക്യങ്ങളായിട്ട് നോക്കാൻ പോവാണ്. 2-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ മെരുക്കണം. അത് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്. നാവിനെ അടക്കി ജീവിക്കണം. അതാണ് 1-ാമത്തെ പാഠം. 2-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ നമുക്ക് നോക്കാം. നാം എല്ലാവരും പലതിൽ തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, അതായത് നാവിന് കടിഞ്ഞാണിട്ടാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാണ്. കണ്ടോ, ഈ നാവിന്റെ പ്രസക്തി ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കുക മാത്രമല്ല, ഇതിനൊരു പ്രസക്തിയുണ്ട്. നാവിന് കടിഞ്ഞാണിടാൻ കഴിയുന്ന വ്യക്തി, നാവിനെ മെരുക്കാൻ പറ്റുന്ന വ്യക്തിക്ക് എന്തും മെരുക്കാം ശരീരത്തിൽ. എന്നാൽ നാവിന് കടിഞ്ഞാണിടാൻ പറ്റാത്തവൻ ഒരു കാര്യത്തിലും അവനൊരു കൺട്രോളും ഇല്ല. അല്ലെ, തോന്നുന്നത് വിളിച്ചു പറയുന്ന വ്യക്തികൾക്ക് തോന്നിവാസം ചെയ്യാൻ മാത്രമേ അറിയാവൂ. തോന്നുമ്പോൾ ദേഷ്യം വരും, അല്ലെ, തോന്നുമ്പോൾ അമർഷം വരും, തോന്നുമ്പം അസഭ്യം പറയും. നാവിന് കടിഞ്ഞാണിടാത്ത വ്യക്തിക്ക് ഒരു രീതിയിലും തന്നെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലേ, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ അവൻ നാവ് പറയുന്നത് അച്ചട്ടായിരിക്കും. അവൻ അത് ഇരട്ടത്താപ്പൊന്നും അല്ല പറയുന്നത്. അവൻ വാക്ക് തെറ്റാതിരുന്നാൽ, അവന്റെ നാവിന്റെ വിഷയത്തിൽ അവൻ വിശ്വസ്തനായിരുന്നാൽ, അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പൊ നാവിന് കടിഞ്ഞാണിടാതെ സഭയിൽ കയറി വന്ന് ഭക്തനാന്ന് പറയുന്നവൻ ശരീരത്തിലെ പല ഭാഗങ്ങളും പാപത്തിനൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് നല്ല സുഖത്തിൽ പാപത്തിൽ ജീവിച്ചേച്ച് പിന്നെ മതപരമായ ഒരു ഭക്തിക്ക് ഞായറാഴ്ച കയറി വരും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു, ഈ നാവിന് കടിഞ്ഞാണിടാത്തവൻ ഭക്തിയിൽ വട്ടം പൂജ്യം. അല്ലേ, അതായത് പറഞ്ഞു ഇതിന്റെ പ്രസക്തി അവിടെ ആയി കിടക്കുന്നു. നാവിനെ നമ്മൾ കടിഞ്ഞാണിടാൻ ബാധ്യസ്ഥരാണ്. അപ്പോഴേ നമുക്ക് മുഴുവൻ ശരീരത്തെ അനുസരണത്തിൽ നടത്തുവാനുള്ള എന്താ പറയാ സൽഗുണപൂർത്തി കടന്നു വരികയുള്ളൂ, ശക്തി കടന്നു വരികയുള്ളൂ. ഇനി 3-ാമത്തെയും 4-ാമത്തെയും വാക്യത്തിൽ 2 ചിത്രങ്ങൾ ഇത് പഠിപ്പിക്കാനുള്ള ചിത്രം. 1-ാമത്തെ ഒരു കുതിരയെ കുറിച്ചാണ്. കുതിര അല്ലെങ്കിൽ ഒരു മൃഗത്തെ അധീനമാക്കുവാൻ നമ്മൾ വായിൽ കടിഞ്ഞാണിടും. എല്ലാവർക്കും അറിയാമല്ലോ കടിഞ്ഞാണ്. പശുവിനും ഒക്കെ ഇട്ട് നമ്മൾ അല്ലേ വായിൽ ഈ കയറ് കെട്ടി ഒരു കടിഞ്ഞാണിടും അല്ലേ. എന്നിട്ട് അതിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് അതിനെ തിരിക്കുന്നത് അല്ലേ. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നു. വായിൽ കടിഞ്ഞാണിട്ടാൽ ശരീരം മൊത്തം തിരിക്കാം. കണ്ടോ, നാവിനെ അടക്കിയാൽ ശരീരം കീഴ്പ്പെട്ടു. 2-ാമത്തെ ചിത്രം കപ്പലിന്റെയാണ്. കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരന്റെ കയ്യിൽ എന്തുണ്ട്, ഏറ്റവും ചെറിയ ഒരു ചുക്കാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചുക്കാൻ? അല്ലെ, ബോട്ടൊക്കെ ചെറിയ പടക്കൊക്കെ ഓടിക്കുമ്പോൾ ബാക്കിൽ ഒരു സാധനം വെച്ചേക്കും. അത് തിരിച്ചാൽ ഈ വലിയ ബോട്ട് തിരിയും. അല്ലെ, ഇപ്പൊ നമ്മുടെ കാറില് ചെറിയൊരു വളയുണ്ട് സ്റ്റിയറിംഗ്, അത് വെച്ചാൽ ഏത് വലിയ ലോറിയും തിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ചെറുതാണേലും ഇതിന്റെ സ്വാധീനം അത്രയ്ക്കാണ്. അല്ലെ, കുതിരയുടെ കാര്യമായാലും പശുവിന്റെ കാര്യമായാലും
ഈ കാറിന്റെ കാര്യമായാലും കപ്പലിന്റെ കാര്യമായാലും എല്ലാം ചെറിയ ഒരു അവയവത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ മൊത്തം ശരീരം നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ തന്നെ നാവും, അങ്ങനെയാണ് 5-ാമത്തെ വാക്യം തുടങ്ങുന്നത്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വലിയ ശക്തിയുണ്ട്. കണ്ടോ, നാവിനെ കടിഞ്ഞാണിടുന്നതിന്റെ പ്രസക്തി എന്താ? ഈ ചെറിയ അവയവം നിയന്ത്രിക്കാൻ പഠിച്ചാൽ മൊത്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ആ 2 ചിത്രം പറയുമ്പോഴും 2 ഉദാഹരണം പറയുമ്പോഴും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിരിക്കുക. തിരിക്കുക എന്നുള്ള വാക്കാണ്. നമുക്ക് വേണ്ട ദിശയിൽ അത് തിരിക്കുവാൻ കഴിയും, അല്ലേ? അങ്ങനെ തിരിക്കണമെങ്കിൽ, ദൈവഹിതപ്രകാരം എൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട, അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നാവിനെ നിയന്ത്രിക്കണം, അല്ലേ? ഇപ്പൊ കാർ ഓടിക്കാൻ പഠിക്കുന്നു, ആദ്യം പഠിക്കേണ്ടത് ഗിയർ ബോക്സ് അഴിക്കാനും ടയർ മാറ്റാനും അതൊന്നുമല്ല പഠിക്കേണ്ടത്. ആദ്യം പഠിക്കേണ്ടത് എന്താണ്? തിരിക്കാൻ പഠിക്കണം. അത് പഠിക്കാതെ ഒന്നുമില്ല, അല്ലേ? ഇപ്പൊ കാറൊക്കെ ഓടിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടേ അറിയാം. ഡ്രൈവിംഗ് സ്കൂളിൽ ആദ്യം എന്തോ തരുന്നേ? ആദ്യം സ്റ്റിയറിംഗേ തരത്തുള്ളൂ, പിന്നെ ഉള്ളു ഗിയറും ക്ലച്ചും ഒക്കെ. അതൊന്നും പഠിക്കാറായിട്ടില്ല. അത് വേറൊരാൾ ഇരുന്ന് തിരിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഡ്രൈവിംഗ് സ്കൂളിലെ കാറിന് അറിയാമല്ലോ, 2 സൈഡിലും പെഡലുണ്ട് താഴെ. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ചേട്ടനാണ് ക്ലച്ചൊക്കെ ചവിട്ടി ഗിയർ ഇടുന്നത്. നമ്മൾ ആദ്യം എന്താ? സ്റ്റിയറിംഗ് പഠിക്കണം. സ്റ്റിയറിംഗ് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ക്ലച്ചൊക്കെ ഇടാൻ പഠിച്ചാൽ മതി എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മളെന്ത് പറയും? മോനെ ഇവിടെ തുടങ്ങണ്ടേ എന്ന് പറഞ്ഞ പോലെ ഭക്തി ജീവിതം. എനിക്ക് പാപം അതിജീവിക്കണം. ഓ ശരി, ഇതൊക്കെ തുടങ്ങാം. എനിക്ക് ഭയങ്കര ദേഷ്യം മാറണം, എനിക്ക് ഭയങ്കര ആസക്തി, എനിക്ക് ഭയങ്കര ഈ പാപത്തോടുള്ള ആസക്തി, അതൊക്കെ നമുക്ക് തുടങ്ങാം. അതൊക്കെ 12ാം ക്ലാസ്സാണ്. നമുക്ക് 1ാം ക്ലാസ് തുടങ്ങാം. 1ാം ക്ലാസ് എന്തോ? നാവിനെ നടക്കണം. അതൊന്നും വേണ്ട, അല്ലേ? നമ്മളെല്ലാവരും ഇങ്ങനല്ലേ? വിശ്വാസത്തിൽ ഭയങ്കര വലിയ യുദ്ധം ചെയ്യാൻ പോവാ, ചുക്കാൻ കയ്യിലില്ല, അല്ലേ? ഇപ്പൊ നമ്മളൊരു മൃഗത്തിന്റെ അടുത്ത് പോകുന്നു, അതിന്റെ കടിഞ്ഞാണും കയറും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ പോവൂ? അപ്പുറത്തൊരു ആന നിപ്പുണ്ട്, ചങ്ങലയൊന്നും ഇട്ടിട്ടില്ല, എന്ന് പോയാൽ അതിനെ മെരുക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല. മൃഗത്തിന്റെ അടുത്ത് പോവില്ല. നമ്മൾ അങ്ങനെ കടിഞ്ഞാണും ചങ്ങലയൊന്നും ഇല്ലാത്ത മൃഗത്തിന്റെ അടുത്ത് പോകത്തില്ല. അത് വന്യമൃഗമായി, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നാവിന് കടിഞ്ഞാണൊന്നും ഇട്ടിട്ടില്ല, ക്രിസ്തീയ ജീവിതം നയിക്കാൻ പോവുക. എവിടെ കൊണ്ട് നയിക്കാൻ പോകുന്നു? ഒരിടത്തും നയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തോന്നിയ പോലെ നിങ്ങൾ നടക്കും. നിങ്ങൾ തോന്നിവാസികളാകത്തേ ഉള്ളൂ, ദൈവവചന പ്രകാരം അനുസരിക്കത്തില്ല. അപ്പോൾ ഈ ചുക്കാൻ നമ്മുടെ കയ്യിൽ വേണം, അല്ലേ? നമ്മൾ നമ്മുടെ നാവിന് കടിഞ്ഞാണിടുവാൻ ബാധ്യസ്ഥരാണ്. അപ്പോ ഈ നാവിന്റെ വിഷയം വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം. തുടക്കം മുതലേ അതാണ് പറഞ്ഞു വരുന്നത്. നാവിനെ ഒരു ചെറിയ അവയവം എന്നും പറഞ്ഞ് അതിനെ തുച്ഛീകരിക്കരുത്. ഇവിടാണ് നമ്മുടെ ചുക്കാനിരിക്കുന്നത്, സ്റ്റിയറിംഗ് ഇരിക്കുന്നത്, കൺട്രോൾ ഇരിക്കുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് ദൈവഹിതപ്രകാരം മെരുക്കിയെടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇതൊക്കെ ശരിയാണ്, ഇതാണ് ദൈവഹിതം. നാവിനെ നമ്മൾ മെരുക്കുവാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ 6ാമത്തെ വാക്യം മുതൽ അതിന്റെ 12ാമത്തെ വാക്യം വരെ യാക്കോബ് പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. നാവിനെ മെരുക്കുവാൻ ബാധ്യസ്ഥരായ നമുക്ക് രണ്ടാമതായിട്ട് യാക്കോബ് പഠിപ്പിക്കുകയാണ്, സ്വമേധ ഈ നാവിനെ മെരുക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ദൈവഹിതവാ, അതൊക്കെയാ ശരിയാ, പ്രസക്തിയൊക്കെ മനസ്സിലായി. പക്ഷേ നമ്മളെ കൊണ്ട് ഇത് കഴിയുകയില്ല. ഇന്ന് ഈ പ്രസംഗം കേട്ട് ഇന്ന് അങ്ങോട്ട് ഞാൻ പോയൊരു തീരുമാനം എടുത്ത് നാവിന് കടിഞ്ഞാണിടാൻ പോവാന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോ, ഇന്ന് വൈകുന്നേരം ആകുന്നതിന് മുമ്പേ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ നാവിനൊരു കൺട്രോളില്ല. സ്വമേധ ഒരു മനുഷ്യനും മെരുക്കിയെടുക്കുവാൻ കഴിയാത്തതാണ് ഈ നാവ്. മനുഷ്യൻ പാപിയായതിനു ശേഷം ഉണ്ടായ ഒരു അനന്തര ഫലം ഇതാണ്, ഒരു മനുഷ്യനും നാവിനെ കടിഞ്ഞാണിടുവാൻ കഴിയുകയില്ല. 5ാമത്തെ വാക്യം തുടർന്ന് വായിക്കട്ടെ. ഇതുവരെ നമ്മൾ കേട്ട ചെറിയൊരു കടിഞ്ഞാണും ചെറിയ ഒരു ചുക്കാനെയും കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ 5ാമത്തെ വാക്യത്തിൽ അവസാനം പറഞ്ഞിരിക്കുകയാണ്, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. വളരെ ഭയാനകമായ ഒരു വാക്യം, അല്ലേ? നമ്മള് കാട്ടുതീയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തില്
കഴിഞ്ഞ 3 ദിവസമായിട്ടോ 4 ദിവസമായിട്ടോ കാട്ടുതീ പടർന്ന് 140 ഹെക്ടർ വനം കത്തിപ്പോയി. ഇപ്പോഴും ആ തീ ശമിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? ഒരു ചെറിയ തീ, അല്ലാതെ ആദ്യമേ ഇങ്ങനെ ഭയങ്കര തീയല്ലല്ലോ. ചെറിയൊരു തീ തുടങ്ങി അത് കാട്ടുതീയായിട്ട് 140 ഹെക്ടർ വനം ഇതാ പോയി കഴിഞ്ഞു 2 ദിവസം. അതുപോലത്തെ ഒരു കാട്ടു തീയാണ് നമ്മുടെ എല്ലാം വായിനകത്തിരിക്കുന്നത് കേട്ടോ. ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്? നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകം, എല്ലാ അനീതിയും ഉളവാക്കുവാൻ പറ്റുന്ന ഒരു വലിയ ലോകം തന്നെ നമ്മുടെ നാവിൽ ഇരിപ്പുണ്ടെന്നാണ് അല്ലെ. അനീതിയുടെ ഒരു ലോകമായിട്ട് എന്താ അത് ചെയ്യുന്നേ? ദേഹത്തെ മുഴുവൻ മലിനമാക്കി കളയും അല്ലെ. ഇത്ര ശക്തനാണ് ഈ നാവെന്ന് പറയുന്ന സാധനം അല്ലെ. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജീവചക്രത്തെ എന്ത് ചെയ്യുന്നു? തീ കൊളുത്തുന്നു. ഏത് തീ? നരകത്തിലെ തീ. എന്താ ജീവചക്രം? ജീവചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതപാത, നമ്മുടെ ഈ മുഴുവൻ ജീവകാലയളവ് മൊത്തത്തിനും ഒരു തീ കത്തി. ഏത് തീയാന്ന് കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്? നരകത്തിലെ തീ. കാരണം നമ്മൾ പിശാചിന് നമ്മുടെ നാവ് തീരെഴുതി കൊടുക്കുകയാണ്. പിശാചിന്റെ മാതൃഭാഷ എന്തുവാ? യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പിശാചിന്റെ മാതൃഭാഷ നുണ പറയുക. നിങ്ങളൊക്കെ നുണ പറയാറുണ്ടോ? നുണ പറയുന്ന വ്യക്തികളാണ് മനസ്സിലാക്കുക, നിങ്ങളുടെ നാവ് ദൈവത്തിന്റെ കയ്യിലല്ല, നിങ്ങളുടെ നാവ് പിശാചിന്റെ കയ്യിലിരിക്കുക. നിങ്ങളുടെ നാവ് കൊണ്ട് എത്ര സ്തോത്രം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ നാവ് ആത്യന്തികമായിട്ട് കർത്താവിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, ഇപ്പോഴും പിശാചിന്റെ കയ്യിലിരിക്കുക. നിങ്ങളുടെ നാവിൽ കൂടെ കത്തുന്നത് പരിശുദ്ധാത്മ അഗ്നിയൊന്നുമല്ല, നരകത്തിലെ തീയ. ഈ നരകത്തിലെ തീ കത്തി നിങ്ങളുടെ ജീവിതമേ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അത്ര തീ പിടിച്ച ഒരു കാട്ടുതീയും കൊണ്ടാണ് നമ്മൾ ഈ നടക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഈ അടുത്ത വാക്യത്തിൽ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യൻ മെരുക്കിയെടുത്ത് മെരുങ്ങിയും ഇരിക്കുന്നു അല്ലെ. മനുഷ്യൻ പിടിക്കാത്ത ഒരു മൃഗവും ഇല്ല അല്ലെ. പണ്ടൊരിക്കൽ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ ആ ബാത്റൂമിൽ പോകരുതേ. ഞാൻ പറഞ്ഞു എന്താ? അല്ല, ഞങ്ങൾ അതിനകത്തൊരു പരുന്തിനെ വളർത്തുന്നുള്ളൂ. ശോ, പറഞ്ഞ നന്നായി അല്ലേ. പരുന്തിനെയൊക്കെ ആരെങ്കിലും വളർത്തുമോ? എങ്ങനോ അവർ പിടിച്ച് ബാത്റൂമിനകത്ത് വളർത്തിക്കൊണ്ടിരിക്കും. രാത്രി വരുന്നല്ലോ കള്ളന്റെ അതോ ഗതി അല്ലേ. അല്ല, ബാത്റൂമിൽ കയറിയ ചത്തത് തന്നെ അല്ലേ എന്ന് പറഞ്ഞ പോലെ പിടിക്കാത്ത ഒരു മൃഗവുമില്ല മനുഷ്യൻ അല്ലേ. ജലജന്തു എല്ലാം, തിമിംഗലത്തെ വരെ മനുഷ്യൻ പിടിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിമിംഗലത്തെയൊക്കെ മനുഷ്യൻ പിടിക്കും. മനുഷ്യൻ ഈ മൃഗങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന കേട്ടോ, മനുഷ്യൻ ഇതിനെല്ലാം മെരുക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. ആഹാ, ഈ കണ്ട കടുവ, സിംഹം, ആന, തിമിംഗലം ഇതെല്ലാം മെരുക്കാൻ മനുഷ്യനറിയാം. നാവിനെ മെരുക്കാൻ മനുഷ്യൻ ചെയ്യാറില്ല, മനസ്സില്ല എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അത് അസാധ്യം എന്നാ പറഞ്ഞത്. അപ്പൊ കാട്ടിലെ സിംഹം, ആന, കാട്ടുപോത്ത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അല്ലേ. കടലിലെ തിമിംഗലം ഇതിനേക്കാളൊക്കെ ഭയാനകമായതാരാണ്? നമ്മുടെ വായിനകത്തിരിക്കുന്ന സാധനമാണ്. പണ്ടൊരിക്കൽ ഒരു വ്യക്തി പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഭീകര സത്വത്തിന്റെ ഗുഹ നിങ്ങളുടെ പല്ലിന്റെ പുറകിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഭീകര സത്വത്തിന്റെ ഗുഹ നിങ്ങളുടെ പല്ലിന്റെ പുറകിൽ ഇരിപ്പുണ്ട്. അതായത് നിങ്ങളുടെ നാക്കാണ്. കാരണം ബാക്കി എന്ത് മൃഗമാകട്ടെ, ജീവിയാകട്ടെ അല്ലെ, എല്ലാ പക്ഷി എല്ലാത്തിനെ മനുഷ്യന് മെരുക്കാം. നാവിനെ മെരുക്കുവാൻ ഒരു മനുഷ്യനാലും കഴിയുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത് കേട്ടോ. അപ്പൊ നാവിനെ അടക്കണമെന്നൊക്കെ പറഞ്ഞു, ഇല്ലെങ്കിൽ ഭക്തി ഇല്ലെന്നൊക്കെ പറഞ്ഞു. ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, ഇതാണ് 1-ാം ക്ലാസ്. പക്ഷേ ഇത് മനുഷ്യനാൽ അസാധ്യം. പിന്നപ്പൊ എന്തോ ചെയ്യും അല്ലേ? അത് ചിന്തിച്ചു, അതിന് ഉത്തരം അവസാനം വരുന്നുണ്ട് അല്ലേ. എന്നിട്ട് എന്താ ഈ നാവ് ഇങ്ങനെ നരകത്തിന്റെ തീ കത്തി എന്താ സംഭവിക്കുന്നറിയോ? കപടത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. നമ്മള്
കപടഭക്തിക്കാരാകുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതേ നാവിനാൽ നമ്മൾ കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ഞായറാഴ്ച വന്ന് കയ്യൊക്കെ അടിച്ച് പാട്ട് പാടുന്നു. ഹല്ലേലൂയ, സ്തോത്രം, അല്ലേ? എന്നിട്ട് എന്താ ചെയ്യുന്നേ? ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. അപ്പൊ ദൈവത്തോടെ നിങ്ങൾ സ്നേഹമുണ്ടോ? ഞാൻ നിങ്ങളെ കാണുമ്പോഴല്ലോ, അയ്യോ അങ്കിളേ, ആന്റിയേ, ബ്രദറേ, എന്നിട്ട് നിങ്ങളുടെ മോനെയോ മോളെ കാണുമ്പോൾ പോടാ, എപ്പോ കണ്ടാലും ഞാൻ അവനെ അസഭ്യം പറയുക. നിങ്ങൾക്ക് എന്തോ തോന്നും? ആ ബ്രദറിന് എന്നോട് എന്തോ സ്നേഹം. നിങ്ങൾ പറയും അവൻ എന്തോ കുഴപ്പമുണ്ടല്ലോ, എൻ്റെ മോനെ എപ്പോഴും അസഭ്യം പറയും, ഇവന് സ്നേഹമൊന്നുമില്ല എന്നല്ലേ പറയത്തുള്ളൂ നിങ്ങൾ? അതോ നിങ്ങൾ പറയാം മോനെ പറഞ്ഞാൽ എന്നോട് ഭയങ്കര സ്നേഹമാകട്ടോ എന്ന് പറയുമോ നിങ്ങൾ? നിങ്ങളുടെ മോനെയോ മോളെയോ ആരെങ്കിലും അസഭ്യം പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞതിന് തുല്യമല്ലേ? അല്ലേ? അപ്പോഴാണ് നമ്മൾ ഇതേ അടവ് ദൈവത്തിൻ്റെ അടുത്ത് ഇറക്കുന്നത്. ദൈവത്തോട് പറയുകയാണ് എനിക്ക് സ്നേഹമാണ്, എനിക്ക് ആരാധനയാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ള മനുഷ്യനെ നോക്കിയിട്ട് പോടാന്നും അസഭ്യവും ഒക്കെ വിളിക്കുകയാണ്, അല്ലേ? അപ്പൊ നമ്മളെന്തോ അവരോട് പറയേണ്ടത്? നീ കപടഭക്തിക്കാരനാണ്, നീ ഈ കാണിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹവും ആരാധനയൊക്കെ വ്യാജമാണ്, അല്ലേ? ചില വീടുകളുണ്ട്, സഭയിൽ വന്ന് ഭയങ്കര ആരാധന, വീട്ടിൽ പോയിട്ട് ഭാര്യയും ഭർത്താവും കൂടെ അടി, അല്ലേ? ഇപ്പം ഇന്ന് തന്നെ രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ സഹോദരനെ എനിക്ക് വിളിക്കണമായിരുന്നു. അതുകൊണ്ട് സഭയുടെ അടുത്തോട് പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ ഒരു വലിയൊരു കാറ്, വലിയ പണക്കാർക്ക് മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന വലിയൊരു കാർ, അതിനകത്തൊരു കുടുംബം. അപ്പോൾ ഈ കാറിൻ്റെ പുറകെ ഞാൻ വന്നത്. ഈ കാറുകാരൻ പോകുന്ന സമയത്തെല്ലാം ഭയങ്കര ഹോണടി, ഓട്ടോക്കാരെയൊക്കെ കാണാൻ ഭയങ്കര ഹോണടി. ഒരിടത്ത് എത്തിയപ്പോഴത്തേക്ക് പുള്ളി വണ്ടി നിർത്തി, അതിനകത്ത് ഞാൻ ഇങ്ങനെ കാണുക ഓട്ടോക്കാരനെ നോക്കിയിട്ട്. ഞാൻ ചോദിച്ചു ഇയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. കുറച്ച് കഴിഞ്ഞ് മണ്ണന്തല ജംഗ്ഷൻ എത്തിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇതാരാണ്, ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ എങ്ങോട്ടായി പോകുന്നേ. മണ്ണന്തലം കഴിഞ്ഞതാ പോവുക, 10:30 ആരാധനയുണ്ടേ. നമുക്കറിയാവുന്ന ഒരു കുടുംബമായി പോയത്. അപ്പോൾ വഴിയിലുള്ള എല്ലാ ഓട്ടോക്കാരെയും തെറി വിളിച്ചേച്ച് മണ്ണന്തല 1ാമത്തെ ഫ്ലോർ കയറി കഴിയുമ്പം വിശുദ്ധനായി. പിന്നെ ഹല്ലേലൂയ, സ്തോത്രം, ആമേന് മാത്രമേ വായി വരത്തുള്ളൂ, അല്ലേ? അപ്പൊ റോഡിൽ കാണിച്ചെന്തുവായിരുന്നു? ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യരെ എല്ലാം ശപിച്ചേച്ച് പിന്നെ ദൈവത്തോട് ഭയങ്കര സ്നേഹം. ഇതാണ് കപടത. ഇത് വ്യാജഭക്തിയാണെന്നാണ് 1ാമത്തെ അധ്യായത്തിലെ പഠിപ്പിച്ചത്. മനുഷ്യൻ നാവിന് കടിഞ്ഞാൺ എഴുതാത്തവന്റെ ഭക്തി വ്യർത്ഥം, അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മനുഷ്യരെ ശപിക്കുന്ന അതേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും വരുന്നു, അല്ലേ? അതുകൊണ്ടാണ് 10ാമത്തെ വാക്യത്തിൽ യാക്കോബ് ചോദിക്കുന്നത്, സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. വിശുദ്ധന്മാർക്ക്, വിശ്വാസികൾക്ക്, ദൈവത്തെ അറിഞ്ഞവർക്ക് ചേർന്ന പ്രവൃത്തി അല്ലിത്, യോഗ്യമല്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ തന്നെ ജീവിതം ഒന്ന് ശോധന ചെയ്ത് ഇവിടെ ഒന്ന് പാട്ടും പാടും വീട്ടിൽ പോയി അടിയുവാണോ? ആണെങ്കിൽ യോഗ്യത ഉള്ള വിശ്വാസ ജീവിതമല്ല ഈ നയിക്കുന്നത്. മനസ്സിലാക്കണം. 1ാം ക്ലാസ് പോലും പാസ്സാവാതെ നമ്മൾ 10ാം ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്നത് യോഗ്യമല്ല. ഇതിങ്ങനെ പാടില്ല. എന്നിട്ട് ഇനി 4 ചിത്രങ്ങൾ. എല്ലാത്തിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. 1ാമത്തെ ചോദ്യം, ഒരേ ഉറവയിൽ നിന്നും മധുരവും കയ്പുള്ള വെള്ളവും വരുമോ? നമുക്കറിയാം ഉത്തരം വരികയില്ല, അല്ലേ? അടുത്ത ചോദ്യം, സഹോദരന്മാരെ അത്തിവൃക്ഷം ഒലിവ് പഴം തരുമോ? നമുക്ക് അത്തി പറഞ്ഞൂടെ, ഒലിവ് പറഞ്ഞൂടെ. നമുക്ക് നമ്മുടെ നാട്ടിലെ ചോദ്യം ചോദിക്കാം, തെങ്ങിൽ നിന്ന് മാങ്ങ കിട്ടുമോ? അതാണ് ഇവിടുത്തെ ചോദ്യം. കിട്ടൂല, അല്ലേ? അടുത്ത ചോദ്യം, മുന്തിരിവള്ളി അത്തിപ്പഴം കായ്ക്കുമോ? മാവിൽ നിന്ന് തേങ്ങ കിട്ടുമോ? ഇല്ല. അടുത്തത് ചോദ്യമല്ല, ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുക, ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാനിപ്പം വരികയാണ്, നിങ്ങൾ വരികയാണ്, ബ്രദർ ഒന്ന് വരണം, ഒരു സൽക്കാരം. ഞാൻ വന്ന് നിങ്ങളുടെ വീട്ടിലെ വാഷ് ബേസിൻ തുറന്നപ്പം അയ്യോ അതിനകത്തൂടെ വരുന്ന ഡ്രെയിനേജ് വെള്ളം. നിങ്ങളുടെ ഏതെങ്കിലും വീട്ടിലുണ്ടോ അങ്ങനത്തെ ഒരു വാഷ് ബേസിൻ? ആ വാഷ് ബേസിന് തുറന്ന ഉടനെ ഡ്രെയിനേജിൽ വെള്ളം കിട്ടും? ഉണ്ടോ? ഇല്ല. കാരണം എന്താ? വാഷ് ബേസിന് നമ്മൾ കൊടുക്കുന്നത് കുടിക്കാനുള്ള ശുദ്ധജലമായ പൈപ്പാണ്. പക്ഷെ നമ്മുടെയൊക്കെ നാവ് എങ്ങനെയാണെന്നറിയാവോ? ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ ശുദ്ധജലവും വരും, ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ ഡ്രെയിനേജും വരും. അതെങ്ങനെ? അതെന്തൊരു പൈപ്പാ അത്, അല്ലേ? ഇവിടെ എന്താണ് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ നാവിലൂടെ കടന്നു വരുന്ന വാക്കുകൾ
ശരിയായവ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉറവിടം ശുദ്ധമായിരിക്കും. നാവിൻ്റെ ഉറവിടം എന്താ? അത് നമുക്കൊരു വാക്യം വായിക്കാം. നാവിൻ്റെ ഉറവിടം എന്താണെന്നുള്ളതിന് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33 മുതൽ 37 വരെ ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33 മുതൽ 37. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, ഫലവും ചീത്ത. 10 ഗുണം 10 ഗുണം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്, അല്ലെ? തേങ്ങ വരുന്ന മരം തെങ്ങ്, അല്ലേ? അല്ലാതെ മാങ്ങ വരുന്ന മരത്തെ നമ്മൾ ആരും കയറി തെങ്ങെന്ന് വിളിക്കാറില്ല. ഫലം കൊണ്ടത്രേ മരത്തെ നമ്മൾ അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ, നിങ്ങൾ പാപികളായിരിക്കെ നല്ലതെങ്ങനെ നിങ്ങൾ സംസാരിക്കും? നാവ് എങ്ങനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ നാവ് സംസാരിക്കുന്നത്. എല്ലാരും കേട്ടോ? അത് ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ നാവ് സംസാരിക്കുന്നത്. ഈ വാഷ് ബേസിന്റെ പൈപ്പ് എന്താണ്? നിങ്ങളുടെ വായെന്ന് പറയുന്ന വാഷ് ബേസിന്റെ പൈപ്പ് എന്തുവാ? അത് എവിടുന്നായി വരുന്നേ? കണക്ഷൻ എങ്ങോട്ടാ കൊടുത്തിരിക്കുന്നേ? ഹൃദയത്തിലേക്ക്. അപ്പൊ ഈ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് വായി കൂടെ വെളിപ്പെട്ട് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാഷ് ബേസിൽ ഇടക്കിടയ്ക്ക് ഡ്രെയിനേജ് വെള്ളം വരുന്നേ? ഹൃദയത്തിനകത്ത് ഈ മലിനതയുണ്ട്. ഹൃദയമാണ് നാവിലൂടെ വെളിപ്പെട്ട് വരുന്നത്. ബാക്കി 37 വരെ ഒന്ന് വായിച്ചേ. കേട്ടോ, നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പ്രവർത്തിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. ഏത് നിസ്സാര വാക്കിനും, കേട്ടോ, ഏത് നിസ്സാര വാക്കിനും അന്ന് കർത്താവിന്റെ സന്നിധി പോയിട്ട് കണക്ക് കൊടുക്കണം. നാവിന് കടിഞ്ഞാണിടുന്ന വിഷയം തുച്ഛീകരിക്കരുത്. വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. കാരണം പറഞ്ഞു കേട്ടോ, വാക്കുകൾക്ക് നിങ്ങൾ കണക്ക് കൊടുക്കണമെന്നല്ല പറഞ്ഞ, നിസാര വാക്കിന്. വഴി കൂടെ പോയ ഒരു ഓട്ടോക്കാരനെ ഞാൻ തെറി വിളിച്ചതേ ഉള്ളൂ. അവനൊക്കെ ആര്? ഏതോ ഒരുത്തൻ. അതിനും കൊടുക്കണം. ഞാൻ ആരാധനയ്ക്ക് പോകാൻ വേണ്ടിയാണ് അവൻ ബ്ലോക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അതൊന്നും പറഞ്ഞിരുന്ന കാര്യമില്ല. നിസാര വാക്കിന് ന്യായവിധി ദിവസം നിങ്ങൾ കണക്ക് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഉപദേശിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്, ബൈക്കൊക്കെ പിടിച്ച് പ്രസംഗിക്കാൻ. അപ്പൊ അതിനുള്ള ന്യായവിധി എന്തോ ആയിരിക്കും? ഇച്ചിപ്പോ എന്ന് പറയുന്നത് നമ്മൾ കണക്ക് കൊടുക്കണമെങ്കിൽ വചനമൊക്കെ വെച്ച് പ്രസംഗിക്കാൻ പോയാൽ അയ്യോ അല്ലേ? ഇതൊക്കെ വായിച്ചിട്ട് വേണം എന്നെ പോലുള്ള പൂർണ്ണസമയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ. ഇതൊക്കെ താല്പര്യമുണ്ടോ? ഇങ്ങനെ കൂടുതൽ കടുത്ത ന്യായവിധി കിട്ടാൻ? അല്ലേ? ഇന്നിപ്പോ അതൊന്നുമില്ല. ഫ്രണ്ട് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ലൈവൊക്കെ കൊടുക്കാൻ എന്തൊരു ഇഷ്ടമാണ് എല്ലാവർക്കും, അല്ലേ? ഈ വാക്യമൊക്കെ വായിച്ച് ഭയത്തോടെയും ഭക്തിയോടും വേണം ഇതിനൊക്കെ ഇറങ്ങാൻ. അപ്പൊ കണ്ടോ, നിസാര വാക്കിന് പോലും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ബാക്കി വായിച്ചാട്ടെ. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ വാക്കുകളാൽ നീതീകരിക്കപ്പെടും, അല്ലേ? ബാക്കി കുറ്റം വിധിക്കുക. നമ്മൾ നീതീകരണമൊക്കെ നമ്മൾ പഠിച്ചു. വിശ്വാസത്താൽ എത്ര നീതീകരണം പ്രവൃത്തിയാലല്ല എന്നെല്ലാം പറഞ്ഞു. നിങ്ങൾ നീതീകരിക്കപ്പെട്ടതാണോ എന്നൊക്കെ എങ്ങനെയെന്നറിയോ? അവസാനം ന്യായവിധി ദിവസത്തിൽ തീരുമാനിക്കുന്നത്. അയ്യോ, ഞങ്ങളന്ന് ബുധനാഴ്ച രാത്രി നീതീകരണത്തിന്റെ പഠിത്തം പഠിച്ചു, നോട്ടുണ്ട്, കാണാൻ പഠിച്ചു. അതൊന്നും വെച്ചിട്ടല്ല കർത്താവ്. ആദ്യം പറഞ്ഞല്ലോ, ഡോക്ടർ നാവൊന്ന് പുറത്തോട്ടിട്ടെ, അസുഖമുണ്ട് കേട്ടോ, രോഗം. നീതീകരിക്കപ്പെട്ട വിശ്വാസിയാണോ അതോ വെറും കപട മതപരമായ ഭക്തിയിൽ നടക്കുന്ന ഒരു ഭോഷനാണോ എന്നറിയാൻ കർത്താവ് ഒരു കാര്യം ചെയ്താൽ മതി. നാക്കൊക്കെ ഒന്നിങ്ങോട്ട് നീട്ടിയ വാക്കൊക്കെ എങ്ങനെ തീർന്നു. അങ്ങനെ നമ്മുടെ നീതീകരണം തീരുമാനിക്കാൻ പോകുന്ന അന്ത്യനാളിൽ. അതുകൊണ്ടാണ് നിസാര വാക്കുപോലും കണക്ക് കൊടുക്കേണ്ട വിഷയമാണ്. നമ്മൾ ഇതെല്ലാം ഒരു കൂസലുമില്ലാതെ വീട്ടിൽ പോയിട്ട് ആരും കാണുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് റൗഡിയായി, അല്ലേ? പ്രത്യേകിച്ച് ആണുങ്ങളോടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. വീട്ടിൽ പോയി കഴിയുമ്പം തോന്നിയ പോലാണ് സംസാരം, അല്ലേ? ആരും ഇല്ലല്ലോ നോക്കാനും പറയാനും ചോദിക്കാനും ഒന്നും ഇല്ലല്ലോ, അല്ലേ? ചില പാസ്റ്റർമാർ പറയും, വീട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം
അവർ പറയും പാസ്റ്ററെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരണേ. നമ്മൾ വിചാരിക്കുമല്ലോ ആഹാരമൊക്കെ, അതിനൊന്നുമല്ല, അറിയാതെ കയറി ചെന്നാൽ കേൾക്കാം, തും 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 അടി നടക്കുക അവിടെ, അല്ലേ? ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ സമൂഹത്തിലും സിനിമയിലും മാത്രം കേട്ടിരിക്കുന്നതൊക്കെ ഭാഷ ഈ വലിയ അന്യഭാഷ പറയുന്നവരുടെ വായുന്നതാ അനർഘ നിർഗളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്താ, മറ്റേ വാഷ് ബേസിൻ്റെ മറ്റേ പൈപ്പ് അടച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ വരാൻ, നാടകം അല്ലേ? അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടേ വരാവുള്ളൂ പാസ്റ്ററെ. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് വരില്ല. അപ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം. എന്നുവെച്ചാൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, എങ്കിലേ എനിക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളും ഇതൊക്കെ കണ്ട് വഞ്ചിക്കപ്പെട്ട് പോകും, അല്ലേ? ഒരുപാട് പാവപ്പെട്ടവരാണെങ്കിൽ അറിയിച്ചിട്ട് പോകണം. കാരണം അവർ ചിലപ്പോൾ ഒന്നും ഇല്ലായിരിക്കും, അല്ലേ? അവർക്ക് എന്തെങ്കിലും കരുതി വെച്ചിട്ട് ചായ എങ്കിലും തരാനൊക്കെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അല്ലാത്ത വേന്ദ്രന്മാരുടെ അടുത്തൊക്കെ പറയാതെ പോകുന്നതാണ്. അപ്പോൾ കറക്റ്റ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു പാസ്റ്റർ അങ്ങനെ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് വലിയ വേർപാട് കാര്യമൊക്കെയാണ്. പക്ഷെ വൈകുന്നേരം 7:30 തൊട്ട് 9:00 വരെ സീരിയൽ കാണണമാണ്. പാസ്റ്റർ എന്ന് കഥവിൻ്റെ അവിടെ നിന്നപ്പോഴാണ് TV ഓഫ് ചെയ്യണം, റിമോട്ട് അവിടെ അതൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം, അല്ലേ? അവിടെ അമ്മായിമ്മ പോലും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ വാക്കുകളുടെ ഉത്ഭവം എവിടാ? ഉറവിടം ഹൃദയം. അപ്പൊ നാവിന് കടിഞ്ഞാണിടണമെന്നുള്ള ഒരു ദൈവകൽപ്പന നമുക്കുണ്ട്. നാവിന് കടിഞ്ഞാണിടാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയത്തുമില്ല. പക്ഷെ എന്തുവാ, എങ്ങനെയായി കടിഞ്ഞാണിടേ? ഹൃദയത്തിൽ ശുദ്ധീകരണം വരണം. അതാണ് ഇനി 12:13 മുതൽ തുടർമാനമുള്ള വാക്യങ്ങൾ. എന്തുകൊണ്ടാണ് ഈ അധ്യായം മൊത്തം ഇന്ന് ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, മൊത്തം അധ്യായം വായിക്കുമ്പോഴേ ആ ഉത്തരം കിട്ടത്തുള്ളൂ. ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണെങ്കിൽ അയ്യോ ബ്രദറെ എന്താ ഉത്തരം, നാവിന് കടിഞ്ഞാണിടുകയും വേണം, മനുഷ്യരാൽ അസാധ്യമല്ല, പ്രസംഗം തീർന്നു, അതിലൊരു പ്രത്യാശയില്ല, അല്ലേ? അത് കേട്ടിട്ട് പോയ ഭയാനകം. ഇനിയാണ് ഇതിൻ്റെ ഉത്തരം. എന്താ ഈ ഉത്തരം? 13ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങൾ എന്താ ഉത്തരം എന്നറിയാവോ? ഒന്നാമത് നമ്മൾ കണ്ടു, നിങ്ങൾ നാവിന് കടിഞ്ഞാണിടുവാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, സ്വമേധ ഒരു മനുഷ്യനും നാവിനെ കടിഞ്ഞാണിടുവാൻ കഴിയുകയില്ല. മൂന്നാമതായിട്ട് യാക്കോബ് പഠിപ്പിക്കുകയാണ്, നാവിനെ നമുക്ക് കടിഞ്ഞാണിടണമെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം വേണം. സ്വർഗത്തിൽ നിന്ന് ദൈവം ജ്ഞാനം നൽകണം. എന്താണ് ഈ ജ്ഞാനം നമുക്ക് ഉള്ളത്? ഞാൻ വിശദീകരിക്കാം. എങ്ങനെയാണ് ഈ ജ്ഞാനം നമുക്ക് ദൈവം നൽകി നാവിന് കടിഞ്ഞാണിടാൻ പ്രാപ്തരാക്കുന്നതെന്നൊക്കെ കാണാം. 13ാമത്തെ വാക്യത്തിൽ, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പോൾ ആരാണ് ശരിക്കും ഒരു ഉപദേഷ്ടാവൊക്കെ ആകാൻ പറ്റിയവൻ? ജ്ഞാനവും വിവേകവും ഒക്കെ ഉള്ളവൻ. പക്ഷെ എങ്ങനെ അത് വെളിപ്പെട്ടു വരുന്നേ? സൗമ്യതയിൽ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ നമുക്ക് വേറൊരു വാക്കി പറയാം, താഴ്മ. താഴ്മയുള്ളവന് നാവിനെ കടിഞ്ഞാണിടാൻ പറ്റും. പക്ഷെ ആ താഴ്മ വരണമെങ്കിൽ എന്ത് വേണം? ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കണം. ആ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചതിൻ്റെ അടയാളം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണമാണ് അവന് താഴ്മയുണ്ടെന്ന്. താഴ്മയുള്ള ഹൃദയങ്ങൾക്ക് നാവിനെ കടിഞ്ഞാണ്ടാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. 2 സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കണം. ഒന്നാമത്തെ സാഹചര്യം, നിങ്ങളുടെ വീട്ടിനകത്ത് ആരും കാണാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ ഒന്ന് ദേഷ്യപ്പെടുത്തി, നിങ്ങൾക്കൊരു ഈർഷ്യയൊക്കെ വന്നു. ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും. രണ്ടാമത്തെ സാഹചര്യം, നിങ്ങൾ വീട്ടിന് പുറത്തിറങ്ങി അങ്ങോട്ട് പോയപ്പോൾ ഒരു പോലീസുകാരൻ, അയാളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈർഷ്യ വരുത്തി. പക്ഷെ പ്രതികരണം വ്യത്യാസമുണ്ട്. വീട്ടിനകത്തായോണ്ട് ഭാര്യയോട് ചൂടായി, ചാടിക്കടിച്ചു, അല്ലേ? പക്ഷെ പോലീസുകാരൻ്റെ അടുത്ത് ഒരടവ് നടക്കില്ല. മൗനമായി വളരെ ഭക്തനായി നാവിന് കടിഞ്ഞാണിട്ട് പോയി. അതെന്താ അങ്ങനെ? 2 വ്യക്തികളും നിങ്ങളോട് ചെയ്തത് ഒരേ പ്രവൃത്തി, നിങ്ങൾക്ക് ഈർഷ്യ വരുത്തുന്ന രീതിയിൽ സംസാരിച്ചു. വീട്ടിലെ ഭാര്യയോട് കലിതുള്ളി ചാടി 2 അടിയും വെച്ചു കൊടുത്തു. പോലീസുകാരൻ്റെ മുമ്പിൽ ഭയഭക്തിയോടെ നാവടക്കി മൗനത്തോടെ പോയി. എന്താ വ്യത്യാസം? വീട്ടിലെ ഭാര്യയുടെ മുമ്പിൽ യജമാനനാണ്, അല്ലേ? നമുക്ക് നമ്മുടെ ഇഷ്ടമൊക്കെ നടത്തും ഇവിടെ. മറ്റിടത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇയാൾ പോലീസ്, അയാളുടെ മേലെ എനിക്കൊരു അധികാരവും ഇല്ല. എന്ത് ചെയ്യാം? കീഴ്പ്പെടാം. കണ്ടോ? കീഴ്പ്പെട്ടപ്പോൾ, താഴ്മയോടെ കീഴ്പ്പെട്ടപ്പോൾ നാവ് തനിയെ അടങ്ങി. അപ്പൊ ഹൃദയത്തിൽ താഴ്മ വന്നാൽ നാവ് അടങ്ങും.
എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ വീട്ടിൽ പോയിട്ട് ഈ വേലത്തരം കാണിക്കുന്നത്, വീട്ടിൽ പോയിട്ട് നമ്മൾ ആർക്കും കീഴ്പ്പെടുന്നില്ല. കാരണം വീട്ടിൽ ദൈവം ഇല്ലല്ലോ. വീട്ടിൽ ദൈവം ഉണ്ടെന്ന് ആദ്യം പഠിക്കണം. എല്ലായിടത്തും ദൈവമുണ്ട്. അതാണ് പറഞ്ഞത്, ദൈവമുണ്ട്, ദൈവത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്, ദൈവത്തോട് എനിക്ക് അതിയായ സ്നേഹമാണെന്ന് എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തി എപ്പോഴും നാവിനെ അടക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവൻ ഭക്തനാണ്. എന്നാൽ നാവിന് കടിഞ്ഞാണിടാത്തവൻ ദൈവം ഒന്നും ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞ അവന്റെ ഭക്തി വട്ടപ്പൂജ 1ാം ക്ലാസ് ഒരു പാസ്സായിട്ട്. കണ്ടോ? ഹൃദയത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ, ദൈവം എന്നുള്ള ചിന്ത, ഭയഭക്തി ഉള്ളത്തിലുണ്ടെങ്കിൽ കീഴ്പ്പെടാനുള്ള മനസ്സുണ്ട്, സൗമ്യതയുണ്ട്. കണ്ടോ? ആ സൗമ്യത ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ വായെന്ന് പറയുന്ന വാഷ് ബേസിന്റെ ഈ ഉറവിടം ശുദ്ധീകരിക്കപ്പെട്ടു. പിന്നെ നാവ് അടങ്ങിക്കൊള്ളും. പോലീസുകാരന് മുമ്പിൽ നമ്മൾ വിളച്ചിൽ കാണിക്കത്തില്ല, കാരണം ഭയം വന്നു. അത് തന്നെ, അതേ തത്വം തന്നെ ഇവിടെ. ദൈവം എന്നുള്ള ബോധ്യം വേണം. ദൈവസന്നിധിയിലാണ് ഞാൻ എപ്പോഴും. ഇവിടെ മാത്രമല്ല, എവിടെ ആണെങ്കിലും ഞാൻ ദൈവസന്നിധിയിലാണ്. അങ്ങനെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും ബോധമുള്ളവനാണ് ഭക്തൻ. എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിലാണ്. അങ്ങനെ ഹൃദയത്തിൽ താഴ്മ വന്ന വ്യക്തി ജ്ഞാനമുള്ള വ്യക്തിയാണ്. അവൻ നാവിന് കടിഞ്ഞാണിടും. അതാണ് ഈ 2 വേദഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം. ചിലർ ഈ യാക്കോബ് 3 വായിച്ചു കഴിഞ്ഞാൽ 12ാമത്തെ വാക്യം കഴിയുമ്പോൾ പിന്നെ നാവിനെ കുറിച്ചൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എന്തുവാ ഈ നാവിനെ കുറിച്ച് പറഞ്ഞത് യാക്കോബ്? നാവിന് കടിഞ്ഞാടണം, പക്ഷെ ഒരു മനുഷ്യന് നാവിന് കടിഞ്ഞാടാൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് അപ്പോസ്തലന്റെ ദൈവവചനം. അല്ല, ഇനി പറഞ്ഞിരിക്കുന്നത് നാവിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ച് ഹൃദയത്തിൽ സൗമ്യതയുള്ള താഴ്മയുള്ള വ്യക്തികളായി കഴിഞ്ഞാൽ നാവ് തനിയെ കടിഞ്ഞാണിടും. അപ്പൊ നാവിനിടുന്ന കടിഞ്ഞാൺ എന്തോ അല്ലേ? നമ്മള് കുതിരയെ നിയന്ത്രിക്കാൻ കടിഞ്ഞാണിടുമെന്ന് പറഞ്ഞു, കപ്പലിനെ നിയന്ത്രിക്കാൻ ചുക്കാൻ എന്ന് പറഞ്ഞു. ഈ നാവിനിടേണ്ട കടിഞ്ഞാണപ്പം എന്തോ? താഴ്മ. താഴ്മയാണ് നാവിനിടേണ്ട കടിഞ്ഞാൺ. അതിട്ട് കഴിഞ്ഞാൽ നാവിനെ പിടിച്ചു നിർത്താം. നാവിനെ പിടിച്ചു നിർത്തിയോ ശരീരത്തെ മൊത്തം പിടിച്ചു നിർത്താം. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ പലതും അനിയന്ത്രിതമായിട്ട് പാപത്തിന്റെ കീഴിൽ പോകുന്നത് എന്താ? കടിഞ്ഞാണില്ല. കടിഞ്ഞാൺ എന്തുവാ? താഴ്മ. താഴ്മ, ദൈവത്തോടുള്ള വിധേയത്വം. പോലീസുകാരന്റെ മുമ്പിൽ അതുകൊണ്ടല്ലേ നമ്മൾ കീഴ്പ്പെടാൻ മനസ്സ് കാണിച്ചപ്പം അവനോട് ചൂടായില്ല. ദൈവത്തോടുള്ള വിധേയത്വത്തിന്റെ തെളിവാണ് നാവിന് കടിഞ്ഞാണിടുക. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, യാക്കോബിന്റെ ലേഖനത്തില് നിർവ്യാജ ഭക്തിയുടെ 3 ഫലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? സഹോദരപ്രീതി, വിശുദ്ധി, പിന്നെ പറഞ്ഞിരിക്കുന്നത് താഴ്മയാണ്. താഴ്മയുടെ ലക്ഷണമാണ് നാവിന് കടിഞ്ഞാണിടുന്നത്. കാരണം ഹൃദയത്തിൽ താഴ്മയുണ്ടേലേ, വിധേയത്വമുണ്ടേലേ നാവിനെ നമ്മൾ നിയന്ത്രിക്കത്തു. ഭയഭക്തിയോടുള്ള കീഴ്പ്പെടൽ കടന്നു വരണം. അങ്ങനെ ജ്ഞാനം പ്രാപിച്ചവൻ സൗമ്യതയോടെ തൻ്റെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ആ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നാവിനെ കടിഞ്ഞാണിടുന്ന പ്രവൃത്തിയും അതിലുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇവിടെ ആ ജ്ഞാനം പ്രാപിക്കാത്ത കാര്യം പറഞ്ഞിരിക്കുക. ഹൃദയത്തിൽ, കണ്ടോ, വീണ്ടും നാവിന്റെ വിഷയത്തിൽ ഹൃദയം കയറി വരുന്നുണ്ടോ? ഹൃദയത്തിൽ, മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ ഈർഷ്യയും ശാഠ്യവും എന്നാണ്. മറ്റു ഭാഷകളിലൊക്കെ ഹൃദയത്തിൽ അസൂയ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഈർഷ എന്നുള്ള വാക്ക്. ശാഠ്യവും സ്വാർത്ഥ താല്പര്യം എന്ന അർത്ഥം വരുന്നൊരു വാക്കാണ്. ശരിക്കും ഈ ശാഠ്യം എന്ന് പറയുന്ന വാക്ക് കൂലിക്ക് വേലക്കാരെ എടുക്കുക എന്നുള്ള വാക്കാണ് യവന ഭാഷ. കൂലിക്ക് വേലക്കാരെ, അതായത് ഈ ഉപഹാരങ്ങളെല്ലാം കൊടുത്ത് അനുയായികളെ ഉളവാക്കുന്ന, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ചേരില്ലേ, പൈസ കൊടുത്ത ആളെ കൂട്ടുന്നു, അതിനെയാണ് ഇവിടെ ശാഠ്യം എന്ന് മലയാളം ബൈബിൾ തർജ്ജമ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കപട നാടകമൊക്കെ കാണിച്ച ആളുകളെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കുക അല്ലേ? അതൊക്കെയാണ് നമ്മുടെ ലക്ഷണമെങ്കിൽ നമ്മുടെ വാക്കുകൾ എങ്ങനത്തെ വാക്കായിരിക്കും? അപ്പോൾ മുഴുവൻ തല്ലിപ്പൊളി വാക്കുകളായിരിക്കും അല്ലേ? നമ്മൾ എത്ര പേര് രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ വിശ്വസിക്കാറുണ്ട്? പൊതുവെ നമ്മളെന്താ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്നത്? ചുമ്മാ വോട്ട് കിട്ടാൻ വേണ്ടി പറയുക അല്ലേ? നമ്മുടെയൊക്കെ വാക്കുകൾ അങ്ങനെ, വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. വോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് വോട്ട് വേണ്ട, നമുക്ക് വേറെ വലുതും വേണം. അങ്ങനെ കാര്യലബ്ധിക്കായിട്ട് നല്ലപോലെ അവരെ ഒന്ന് സുഖിപ്പിക്കാനുള്ള വാക്കുകളൊക്കെ മെനഞ്ഞെടുക്കും നമ്മൾ. കാരണം സ്വാർത്ഥ താല്പര്യത്തിലാണ് അവരോട് ഇടപെടുന്നത്. അങ്ങനത്തെ ജ്ഞാനമുള്ളവർ എന്ത് ചെയ്യും? ശാഠ്യവും ഈർഷ്യയും ഉള്ളവർ സത്യത്തിന് വിരോധമായി ഒന്നും പ്രശംസിക്കേണ്ട, ഭോഷ്കും പറയണ്ട. നിങ്ങൾ വലിയ ഭക്തരാണെന്നൊന്നും ചിന്തിക്കണ്ട.
ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. രണ്ട് തരത്തിലുള്ള ജ്ഞാനമുണ്ട്. ഇങ്ങനെ ഈർഷ്യയും ശാഠ്യവും സ്വന്തം താല്പര്യമൊക്കെ വെച്ച് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നത് ഏത് ജ്ഞാനമാണ്? ഉയരത്തിലെ ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ജ്ഞാനമത്രേ. നേരത്തെ നമ്മൾ കണ്ടു, നാവിലെ പിശാചിന്റെ തീ അകത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇവിടെ പറഞ്ഞു പൈശാചിക ജ്ഞാനം. എന്താ പൈശാചിക ജ്ഞാനം? ചുമ്മാ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ നടിച്ച് അവരെ ഒന്ന് ഇംപ്രസിപ്പിക്കാൻ വേണ്ട വാക്കുകളൊക്കെ പറയുക അല്ലേ? അതാകരുത്. ചുമ്മാ ആളുകളെ മതിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കപടത അതാകരുത് അല്ലേ? പകരം എന്ത് വേണം? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കണം. ദൈവം നൽകുന്ന ജ്ഞാനം. പിശാചിന്റെ ജ്ഞാനമോ ഭൂമിയിലെ ജ്ഞാനമോ മനുഷ്യ പ്രകൃതി എന്നുള്ള ജ്ഞാനമല്ല. അതാണ് നിങ്ങളുടെ നാവിനെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ കപടത കാണിച്ചുകൊണ്ടിരിക്കരുത്. ഇനി ഉയരത്തിലെ ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് 7 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. വളരെ വേഗത്തിൽ നമുക്കത് നോക്കാം. ഉയരത്തിലെ ജ്ഞാനം ഉളവാക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഉള്ളത്തിൽ, ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നാവ് ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ ഉയരത്തിലെ ജ്ഞാനം എന്താണ്? ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് നിർമ്മലത. നമ്മുടെ ഹൃദയത്തിൽ നിർമ്മലത ഉളവാക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ വിവാഹ ബന്ധത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആധിപത്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പുരുഷനേ ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിർമ്മലത അല്ലേ? ദൈവത്തെ മാത്രം സ്നേഹിക്കുക. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടാലേ യാക്കോബിന്റെ ലേഖനത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കാരണം അവൻ ദൈവത്തെ സർവോപരി സ്നേഹിക്കുന്നവനാണ്. അതിനാണ് ദൈവം പരീക്ഷകളിലൂടെ കടത്തിവിട്ട് നമ്മുടെ ഹൃദയം സ്ഥിരതയുള്ളതാക്കുന്നത്. എന്താണ് സ്ഥിരത? ഇരുമനസ്സുള്ളവൻ അസ്ഥിരനാകുന്നു എന്ന് പറയുന്നത് പോലെ സ്ഥിരതയുള്ളവന് ഒരു മനസ്സിലും, അസ്ഥിരൻ ഇരുമനസ്സ്. ലോകവും ദൈവവും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരതയുള്ളവന് ഏക മനസ്സ്, ദൈവത്തെ മാത്രം സ്നേഹിക്കുക. അതാണ് ഈ ഉയരത്തിലെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. നിർമ്മലത ഉണ്ടാക്കും അല്ലേ? എനിക്ക് ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ മതി. രണ്ടാമതായിട്ട് സമാധാനവും, അതായത് സമാധാനം ഉളവാക്കുന്ന, സമാധാനം കാംക്ഷിക്കുന്ന വാക്കുകൾ അല്ലേ? അതാണ് രണ്ടാമതായിട്ട് ഈ ജ്ഞാനം ഉളവാക്കുന്നത്. അല്ലാതെ ഞാനാണ് വലിയവൻ എന്നും പറഞ്ഞ് അവിടെ അടിപിടി ഉണ്ടാക്കാൻ നോക്കത്തില്ല, കലഹം സൃഷ്ടിക്കത്തില്ല അല്ലേ? നേരത്തെ നമ്മൾ ഇവിടെ വായിച്ചില്ല, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. എല്ലാ രീതിയിലുള്ള പ്രശ്നവും കാണും അവിടെ അല്ലേ? ചില വീടുകളിൽ നമ്മൾ പോകുമ്പോൾ കാണും, ഭാര്യയും കൊള്ളാം ഭർത്താവും കൊള്ളാം, രണ്ടും ഭക്തരൊന്നും, രണ്ടും നാവ് അടക്കാത്തവർ. അപ്പുറത്തും ഇപ്പുറത്തുള്ള അയൽപ്പക്കക്കാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താ? ഇവരെയൊക്കെ കണ്ട ചായ ഏരിയന്ന് ഒരുത്തനും വിശ്വാസിയാകാൻ പോകുന്നു. കാരണം അവർ കാണുന്ന വിശ്വാസിയാണ് നടക്കുന്നത്. അവിടെ യുദ്ധമായിരുന്നു. ആ ഏരിയയിലുള്ള ഒരുത്തനും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം എല്ലാ ദുഷ്പ്രവൃത്തിയും എല്ലാ കലക്കവും അവിടെ ഉണ്ട്. അവിടെ ഈർഷ്യയും ശാഠ്യവും പിശാചിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുക, കാട്ടുതീ. എന്നാൽ ഉയരത്തിലെ ജ്ഞാനം സമാധാനം ഉളവാക്കും. മനുഷ്യനോടും സമാധാനം, ദൈവത്തോടും സമാധാനം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശാന്തത. നല്ല വാക്കല്ലേ, ശാന്തത. ശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സമാധാനം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു സ്വൈരം അല്ലേ, ശാന്തത. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് അനുസരണമുള്ളതും. അത് യവന ഭാഷയിൽ അനുനയിപ്പിക്കുവാൻ എളുപ്പമുള്ളതെന്ന അർത്ഥത്തിലാണ്. അതായത് ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി അംഗീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തി. അല്ലാതെ ഞാൻ പറഞ്ഞതാണ് ശരി, എൻ്റെ വാദമാണ് ശരിയെന്ന് പറഞ്ഞ് ഈ പിടിവാശി കാണിക്കാത്ത വ്യക്തികൾ. ഉയരത്തിലെ ഞാൻ ഹൃദയത്തിൽ വന്നാൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു മടിയും കാണത്തില്ല. അല്ലാതെ അവിടെ യുദ്ധമൊന്നും നടക്കാറില്ല. എനിക്ക് തെറ്റോ, ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്ന ഈ അഹങ്കാര വാക്കുകളൊന്നും അവിടെ ഇല്ല. എനിക്കും തെറ്റൊക്കെ പറ്റാം, നിങ്ങൾ പറഞ്ഞത് നന്നായി, ഈ തെറ്റിപ്പോയി അല്ലേ. ആ സൗമ്യത കടന്നു വന്നു. അതാണ് അനുസരണമുള്ളതെന്ന് പറഞ്ഞത്. വളരെ വേഗത്തിൽ അനുനയിപ്പിക്കുവാൻ എളുപ്പമുള്ളത്. ഇനി അടുത്ത 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടോ? കരുണയും സൽഫലവും നിറഞ്ഞത്. അതിന് വിപരീതമായിട്ടുള്ളതാണ് പിന്നീട് പറഞ്ഞത് പക്ഷപാതവും കപടവും ഇല്ലാത്തത് അല്ലേ. കരുണ കടന്നു വന്നാൽ പക്ഷപാതം പോയി. എല്ലാ വ്യക്തികളോടും എനിക്ക് കരുണ കാണിക്കാൻ പറ്റും, ഞാൻ ഒരു പക്ഷക്കാരനുമല്ല അല്ലേ. ഒരു കൂട്ടരോട് മാത്രമേ എനിക്ക് കരുണ വരുന്നുണ്ടെങ്കിൽ എനിക്ക് പക്ഷപാതം വരും. ഞാൻ ഈ കൂട്ടരുടെ കൂട്ടത്തിലാണ്, നിങ്ങളുടെ കൂട്ടത്തിലല്ല.
എന്നാൽ എല്ലാവരോടും എനിക്ക് കരുണയുണ്ടെങ്കിൽ ഞാൻ ആരുടെയും കൂട്ടത്തിലല്ല. ഞാൻ എല്ലാവരോടും സ്നേഹം കരുണ കാണിക്കുന്ന വ്യക്തിയാണ്, ഒരു പക്ഷപാതവും ഇല്ലേ, അല്ലേ? അതുപോലെ തന്നെ എനിക്ക് സൽഫലങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നടിക്കണം, കപടത കാണിക്കണം? ഇല്ല, അല്ലെ? പരീക്ഷ ജയിച്ച ഒരു വ്യക്തി പരീക്ഷ ജയിച്ചതായിട്ട് അഭിനയിക്കണോ? പിന്നെ ഇല്ല. ജയിക്കാത്തവനാണ് കള്ളം പറഞ്ഞ് അഭിനയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൽഫലമെല്ലാം വന്നു, ഇനി നടനം വേണ്ട, ശരിക്കും ഭക്തനാ, എനിക്ക് കപടഭക്തിയുടെ ആവശ്യമില്ല. അപ്പൊ സൽഫലം വന്നാൽ കപടം നീങ്ങി, അല്ലെ? അവസാനം പറഞ്ഞിരിക്കുന്ന കണ്ടോ, കപടമില്ലാത്തതാണ്. നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു, ഒരേ നാവിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും ഒക്കെ കടന്നു വരുന്നു. അതാണ് കപടം. നാവിന് കടിഞ്ഞാണിടാത്ത വ്യക്തി കപടനായിക്കൊണ്ടിരിക്കും. ഒരേ വായിൽ നിന്ന് തന്നെ ചേരാത്തത്, ഇത് യോഗ്യമല്ല എന്ന് യാക്കോബ് പറഞ്ഞു. ഇവിടെ കണ്ടോ, കപടം നീങ്ങി. ഉയരത്തിലെ ജ്ഞാനം വന്നാൽ കപടം നീങ്ങും. നാവ് എന്താ പറയുക, ഭക്തന്റെ നാവാം, കടിഞ്ഞാണിട്ട നാവാം. ഒരേ ഒരു കാര്യേ നാവിൽ വരത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെയാണ് നാവിന് കടിഞ്ഞാണിട്ട്. എന്താണ്? ഉയരത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കണം. നിങ്ങളുടെയൊക്കെ വാക്കുകളെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയൂ, നിന്റെ വാക്ക് നിർമ്മലവും സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും, അതായത് അനുനയിപ്പിക്കുന്നതും കരുണയുള്ളതും നല്ല ഫലങ്ങൾ നിറഞ്ഞതും, ഒരു പക്ഷപാതമില്ല, ഒരു അപവാദമില്ല, ഒരു പരദൂഷണമില്ല, ഒരു കപടതയും. ഇതൊക്കെ നമ്മുടെ വാക്കുകളെ കുറിച്ചുള്ള വിശേഷണമാണ്. ഞാൻ പോയി നിങ്ങളുടെ വീട്ടിൻ്റെ അയൽപ്പക്കത്തുള്ളവരോട് ചോദിക്കാം, ഇവിടെ താമസിക്കുന്നവരുടെ വാക്കുകളെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളെന്തോ പറയും? അവരെന്തോ പറയും? അയ്യോ, കറക്റ്റ്, നിങ്ങളും അപ്പുറത്ത് താമസിക്കണുണ്ടാ? ഇവരുടെ വാക്കുകളെ കുറിച്ച് ഇതിനും വൃത്തിയായിട്ട് ഇനി വിശദീകരിക്കാൻ പറ്റൂല എന്ന് പറയുമോ? അതോ നിങ്ങൾ ആരെക്കുറിച്ച് പറയുന്നത്? ഈ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അവരെ കുറിച്ച് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുമോ? ഇതൊക്കെ നമ്മുടെ വാക്കുകളുടെ വിശദീകരണം, സവിശേഷതകളാണോ? ഒന്നുകൂടെ വായിക്കാം. നിർമ്മലത, ദൈവത്തോട് മാത്രം സ്നേഹമുള്ളത്, സമാധാനം ഉളവാക്കുന്നത്, ശാന്തത ഉളവാക്കുന്നത്, അനുനയിപ്പിക്കുവാൻ എളുപ്പമുള്ള വാക്കുകൾ, കരുണയും സൽഫലവും നിറഞ്ഞത്, ഒരു പക്ഷപാതവും അപവാദവും ഈ എന്താ പറയുക കുശുമ്പും കുഞ്ഞായ്മ ഒന്നും ഇല്ലാത്തതും കപടമില്ലാത്തതും ആണോ നമ്മുടെ വാക്കുകൾ. കടിഞ്ഞാണിട്ട, ഉയരത്തിലെ ജ്ഞാനം കടന്നു വന്ന് കടിഞ്ഞാണിട്ട നാവുകളിൽ നിന്ന് ഉളവാകുന്ന വാക്കുകൾക്ക് ഈ സവിശേഷതകളൊക്കെ കാണും. എന്തോ വേണ്ടേ? ജ്ഞാനലക്ഷണമായ സൗമ്യത. 13-ാം വാക്യം. ജ്ഞാനലക്ഷണം, ജ്ഞാനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ വെളിപ്പെട്ട് വരേണ്ടത് സൗമ്യത അല്ലെങ്കിൽ താഴ്മ, ദൈവം മുമ്പാകെ കീഴ്പ്പെടുന്ന ഹൃദയം. ഈ സൗമ്യത എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലാണ്. പക്ഷേ യവന ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് താഴ്മയാണ്. ദൈവത്തിന്റെ മുൻപാകെ കീഴ്പ്പെടുന്ന വ്യക്തി, ദൈവ ഭയം നിമിത്തം കീഴ്പ്പെടും. ഞാനല്ല യജമാനൻ, ഞാനല്ല അധികാരി, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വിഷയത്തിലും എൻ്റെ അഭിപ്രായമൊന്നും പറയേണ്ട ആവശ്യമില്ല, എൻ്റെ എല്ലാ വാദമൊന്നും അംഗീകരിക്കപ്പെടുകയും വേണ്ട. നമ്മുടെയൊക്കെ വീട്ടിലെ പകുതി ഒച്ചപ്പാട് അതോടെ തീർന്നു, അല്ലേ? ഈ എനിക്ക് തെറ്റൊക്കെ വരാം, ഞാനല്ല ഇവിടുത്തെ അധികാരി എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടിപിടിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ, അല്ലേ? ദൈവമാണ് അധികാരി, അല്ലേ? അങ്ങനെ ഒരു കീഴ്പ്പെടുന്ന മനസ്സ് നമ്മുടെ ഉള്ളത്തിൽ കടന്നു വരുന്നുണ്ടോ? അതാണ് ഉയരത്തിലെ ജ്ഞാനം. ഇതാരായി? എന്തുവായി ഉയരത്തിലെ ജ്ഞാനം? അതിന്റെ സവിശേഷതകളൊക്കെ പറഞ്ഞ് അവസാനം ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 2:3. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. ആരായി അവൻ? യേശു ക്രിസ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉയരത്തിലെ ജ്ഞാനം കുറെ അറിവല്ല, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ അറിയുമ്പോഴാണ് ഈ സവിശേഷതകളൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഭക്തിയുടെ ലക്ഷണമാണെന്ന് പറയുന്നത്. ദൈവത്തെ കൂടുതൽ അറിയണം. ഈ പറഞ്ഞിരിക്കുന്ന നിർമ്മലതയും സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ഒരു വ്യക്തിയുടെ സവിശേഷതകളാണ്. കാരണം ഈ പരിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്ന ദൈവത്തിന്റെ ജ്ഞാനം ഒരു വ്യക്തിയിലാണ്. ആ വ്യക്തിയെ അറിയുമ്പോഴാണ് ജ്ഞാനം കിട്ടുന്നത്. ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. അപ്പൊ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഇതെന്റെ ഉള്ളത്തിൽ കടന്നു വരും. അതുകൊണ്ടാണ് ഇത് എന്താ പറഞ്ഞു തുടങ്ങിയത്? നാവിനെ കടിഞ്ഞാണിടുന്ന വിശ്വാസം. യേശുവുമായിട്ടുള്ള വിശ്വാസ ബന്ധത്തിലെ ഈ ജ്ഞാനം എനിക്ക് ലഭിച്ച് താഴ്മ എൻ്റെ ഹൃദയത്തിൽ വന്ന് ആ താഴ്മ എൻ്റെ നാവിലൂടെ ഈ പറഞ്ഞ രീതിയിലുള്ള വാക്കുകൾ ഉളവാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ?
അതോ കാടി കയറിപ്പോയോ? വിശ്വാസത്തിലൂടെ യേശുവിനെ ഞാൻ കൂടുതൽ അറിയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ താഴ്മ വന്നിട്ട് ആ താഴ്മയുള്ള ഹൃദയം നല്ല വാക്കുകളെ ഉളവാക്കും. അങ്ങനെയാണ് നാവിനെ കടിഞ്ഞാണിടേണ്ടത്. അപ്പോൾ അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ എന്തോ വേണ്ടേ? യേശുവിനെ അറിയണം, പൂർണ്ണ ഹൃദയത്തോടെ അറിയണം. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നാവിനെ കടിഞ്ഞിടാൻ പറ്റൂ. അല്ലാതെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും പറ്റത്തില്ല. അതാണ് ആദ്യം പറഞ്ഞത്, മനുഷ്യനാൽ കഴിയത്തില്ല. പിന്നെ എങ്ങനെ കഴിയും? വിശ്വാസത്താൽ, ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ. പക്ഷെ എങ്ങനെയാ ദൈവം അത് ചെയ്യുന്നേ? ഉള്ളത്തിൽ താഴ്മ ജനിപ്പിക്കും, കീഴ്പ്പെടുവാനുള്ളൊരു ഹൃദയം തരും, വിധേയപ്പെടുവാൻ പറ്റും. വിധേയപ്പെടുമ്പോൾ നമ്മുടെ നാവിൽ നിന്നുള്ള അഹങ്കാര വാക്കുകളൊക്കെ പോകും. അപ്പം നാവ് ശുദ്ധീകരിക്കും. ഈ പറഞ്ഞ വാക്കുകൾ കടന്നു വരും. നിർമ്മലവും സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും അപടമില്ലാത്തതുമായ ഒരു നാവ് നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോ സൗമ്യതയ്ക്കായിട്ട്, താഴ്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തോടുള്ള കീഴ്പ്പെടലിനായിട്ട് പ്രാർത്ഥിക്കുക. വീട്ടിൽ പോകുമ്പോൾ ആരുമില്ലല്ലോ, ഇവിടെ ഞാനാണ് രാജാവെന്നും പറഞ്ഞ് ധാർഷ്ട്യം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നാവ് കടിഞ്ഞാണൊക്കെ വിട്ടു പോകും. ഇവിടെ ആരും ചോദിക്കാനും പറയുന്നില്ല, എനിക്ക് തോന്നിയ പോലെയൊക്കെ സംസാരിക്കാമെന്നുള്ള തോന്നൽ വേണ്ട. വീട്ടിൽ പോകുമ്പോൾ അവിടെ ഉണ്ട് ദൈവം. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നിസാര വാക്കിന് പോലും നിങ്ങൾ അവസാനം പോയി കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ബോധത്തിൽ കീഴ്പ്പെടണം. ഒരു മനുഷ്യനും സഭയിൽ ആരും കാണാനില്ലേലും കീഴ്പ്പെടണം. കീഴ്പ്പെടുന്നതാണ് ജ്ഞാനം. ആ ജ്ഞാനം ഉള്ളി വന്നാൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് നാവിലൂടെ നല്ല വാക്കുകളെ കടന്നു വരും. നാവിന് കടിഞ്ഞാണിട്ടു. ഞാൻ ആദ്യം പറഞ്ഞത് നാവിന് കടിഞ്ഞാണിടുന്ന കടിഞ്ഞാൺ എന്താണ്? താഴ്മ, ദൈവത്തോടുള്ള വിധേയത്വം. 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാവെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഭാഷയെ പറഞ്ഞ ഒരു എക്സ്റേ ആണ് അല്ലേ? നേരത്തെ പറയും ഡോക്ടർമാർ നാവ് പുറത്തോട്ടിട്ട രോഗമൊക്കെ കാണും. അതുപോലെ തന്നെ രോഗങ്ങളെയൊക്കെ തെളിയിക്കുന്ന എന്താണ്? എക്സ്റേ എടുക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മുടെ നാവ് ഒന്ന് ശോധന ചെയ്ത് നിങ്ങളൊക്കെ സ്ഥിരം സംസാരിക്കുന്ന രീതി ഒന്ന് ചിന്തിച്ചേ. പ്രത്യേകിച്ച് സഭയ്ക്ക് പുറത്ത്, സഭയിലെല്ലാവരും വലിയ വിശുദ്ധന്മാരാണ്. സഭയ്ക്ക് പുറത്തുള്ള നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ ഭാര്യാഭർത്താക്കന്മാരോട്, നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുന്ന മേഖലകളിൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കും? നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കൂട്ടുകാരോട്, അവിശ്വാസികളായ കൂട്ടുകാരോട് എങ്ങനെയാണ് സംസാരിക്കും? അവരുടെയൊക്കെ മധ്യത്തിലെ നമ്മുടെ നാവ് എങ്ങനെയാണ്? ഇവിടുത്തെ പോലെ വളരെ വിശുദ്ധമായിട്ടാണോ? ആ നാവ് വെളിപ്പെടുത്തുന്ന എക്സ്റേ റിപ്പോർട്ട് എല്ലാവരും ഒന്ന് പഠിക്കണം. എന്തൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ വ്യക്തമാകും അല്ലേ? അത് വെച്ച് നമ്മൾ നോക്കണം. എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നത് പിശാചിൻ്റെ ജ്ഞാനമാണോ എന്ന് പറഞ്ഞാൽ ഈർഷ, ശാഠ്യം, ഈ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അടി, അതാണോ? അതോ ഈ പറഞ്ഞതുപോലെ ഉയരത്തിലെ ജ്ഞാനമാണോ എന്ന് ചോദിക്കണം. ഹൃദയം കൊണ്ട് യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കീഴ്പ്പെടുവാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടോ? താഴ്മയുണ്ടോ? എൻ്റെ വാക്കുകളുടെ താഴ്മയാണോ അതോ ധാർഷ്ട്യമാണോ പുറത്തു വരുന്നത്? നിഗളമാണോ പുറത്തു വരുന്നത്? ചോദിക്കുക. ഹൃദയം വിധേയപ്പെട്ടാലേ നാവിന് കടിഞ്ഞാണിടാൻ പറ്റും. ഇത് മനസ്സിലാക്കണം. നാവെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നാവ് നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല. നാവിനെ ഹൃദയം വഴിയേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഹൃദയത്തിൽ വിശ്വാസം കടന്നു വന്ന് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിൻ്റെ മുൻപാകെയുള്ള ഭയഭക്തിയിലൂടെ മാത്രമേ നാവിനെ കടിഞ്ഞാണിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നാവിനെ കടിഞ്ഞാണിടുന്ന വിശ്വാസം നമ്മൾ പ്രാപിക്കേണ്ടത്. അങ്ങനെ കടിഞ്ഞാണിടാത്ത വ്യക്തികളുടെ ഭക്തി വ്യർത്ഥമാകുന്നു. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രതികരിക്കാം. നാവിനെ ഒന്ന് ശോധന ചെയ്യുക, ചിന്തിക്കുക. നിങ്ങളുടെ സ്ഥിരം സംസാര രീതികളൊക്കെ ചിന്തിക്കുക. സഭയിൽ ഒരു രീതിയിൽ സംസാരം, വീട്ടിൽ വേറൊരു രീതിയിൽ സംസാരം. അങ്ങനാണോ? കോപവും ക്രോധവും അഹങ്കാരവും നിറഞ്ഞ വാക്കുകളാണോ നിങ്ങളുടെ നാവിൽ സ്ഥിരം വരാറുള്ളത്? അതോ സൗമ്യതയുടെ നാവുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന്റെ മുൻപാകെ എപ്പോഴും കീഴ്പ്പെടുന്ന, ഞാനല്ല അധികാരി, ഞാനല്ല കർത്താവ്, ഞാൻ ശകാരിക്കാനും ബഹളം വെക്കാനും കുറ്റം പറയുവാനും ആരുമല്ല എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ദൈവത്തെ സിംഹാസനത്തിലേറ്റി അവനെ ആരാധിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? അത് വെളിപ്പെടുത്തുന്ന നാവ് നിങ്ങൾക്കുണ്ടോ? ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. മാനസാന്തരപ്പെടുക. ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. എന്നെ കൊണ്ട് ഈ നാവിനെ കടിഞ്ഞാണിടാനൊന്നും കഴിയുകയില്ല. ദൈവവചനം പറയുന്നത് പോലെ നാവിനെ മെരിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കണം. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടണം.
യേശുക്രിസ്തുവിന്റെ സ്വഭാവവുമായിട്ട് ഞാൻ ഏകീഭവിച്ച് രൂപാന്തരപ്പെടണം. എൻ്റെ ഉള്ളത്തിൽ താഴ്മ കടന്നു വരണം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഇന്ന് കേൾപ്പിച്ച ഈ വലിയ വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ന്യായവിധി ദിവസം ഞങ്ങൾക്ക് നിസാര വാക്കുകൾക്ക് പോലും കണക്ക് കൊടുക്കണമെന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ കർത്താവ്. പലപ്പോഴും ഞങ്ങളിതൊന്നും ഓർക്കാറില്ല കർത്താവ്. ഇതൊക്കെ ഞങ്ങൾ വളരെ സുഖമായിട്ട് അങ്ങ് മറന്നു വെച്ചിരിക്കുകയാണ് കർത്താവേ. ഞങ്ങളിതൊന്നും ഓർക്കാറില്ല. ഞങ്ങൾ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാറില്ല, വാക്ക് പാലിക്കാറുമില്ല. വായിക്കൂടെ വരുന്ന വാക്കുകൾക്ക് ഒരു കടിഞ്ഞാണും വിടാറില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. വിശ്വാസ ജീവിതത്തിൽ, ഭക്തി ജീവിതത്തിൽ നാവിനെ കടിഞ്ഞാണിടുന്നത് എത്ര കാതലായ വിഷയമാണെന്ന് ഇന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിന് സ്തോത്രം. ഗൗരവത്തോടെ ഈ വിഷയം സമീപിക്കുവാൻ കടന്നു വന്ന സകലരെയും നീ സഹായിക്കണമേ. ആരും ഈ വചനം ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ ആയാലും ഭവനത്തിലായാലും ജോലി സ്ഥലത്തായാലും ഞങ്ങളുടെയൊക്കെ സാക്ഷ്യം ഇതായിരിക്കട്ടെ. കർത്താവിന്റെ മുൻപാകെയുള്ള താഴ്മ നിമിത്തം, വിധേയത്വം നിമിത്തം നാവിനെ കടിഞ്ഞാണിടുന്ന ഭക്തന്മാരാണെന്നുള്ള സാക്ഷ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. നാവിനെ കടിഞ്ഞാണിടുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ഉറവ ശുദ്ധമായ ഉറവയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാവിലൂടെ വെളിപ്പെട്ടു വരുന്ന ഹൃദയം ശുദ്ധീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ മാത്രമുള്ള ആശ്രയം, ദൈവത്തിന്റെ മുൻപാകെയുള്ള ഭയഭക്തി നിമിത്തം ദൈവമേ ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നിഗളം നീക്കണമേ, ഞങ്ങളുടെ ധാർഷ്ട്യം നീക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ നിർമ്മലവും സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കർത്താവെ സൽഗുണങ്ങളുള്ളതും കരുണയുള്ളതുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ നാവുകളെ ശുദ്ധീകരിച്ചാലും, നാവുകളെ അടക്കുവാൻ, കടിഞ്ഞാണിടുവാൻ ഞങ്ങളെ സഹായിച്ചാലും കർത്താവെ. കപടഭക്തി ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നീക്കിയാലും, സഭയിൽ വന്ന് സ്തോത്രം പറച്ചിലും വീട്ടിൽ പോയി അടികൂടി കൂടുന്ന കപടഭക്തിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും കർത്താവെ. ഉയരത്തിലെ ജ്ഞാനം കപടമില്ലാത്തതാണെന്ന് ഞങ്ങൾ വായിച്ചല്ലോ. അതുപോലെ സൽഗുണങ്ങൾ ഉളവാക്കി എല്ലാ നടനവും, എല്ലാ കപടവും, ഇരട്ടത്താപ്പും ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നീക്കിയാട്ടെ. ഹൃദയം കർത്താവെ യേശുക്രിസ്തുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഹൃദയമാക്കി മാറ്റിയാട്ടെ. ഇരുമനസ്സ് ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നീക്കിയാട്ടെ. പ്രാർത്ഥിക്കുന്നു കർത്താവെ, ശരിയായ നിർവ്യാജ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് കടന്നു വന്ന നിന്റെ ജനത്തെ ഈ വചനത്താൽ ഇനിയും അനുഗ്രഹിച്ചാലും കർത്താവ്, കടന്നു വന്ന ജനത്തെ ഒന്നുകൂടെ നിന്റെ കരുത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവെ ശാരീരിക സ്വാസ്ഥ്യത്തിലായിരിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ശാരീരിക സ്വാസ്ഥ്യങ്ങൾ ഏറ്റുപറഞ്ഞ സഹോദരിമാരെ കർത്താവെ, അമ്മമാരെ നിന്റെ കരുത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എഴുന്നേറ്റ് സഭയിൽ വരുവാൻ കർത്താവെ ശരീരത്തിന് ബലം കൊടുത്താട്ടെ. എല്ലാ വേദനകളും നീക്കിയാട്ടെ കർത്താവെ. കാലിന്റെ വേദന, കഴുത്തിന്റെ വേദന കർത്താവെ, നടുവിന്റെ വേദന, പല വിധത്തിലുള്ള വേദനകളിലായിരിക്കുന്നു. എന്നിട്ടും ദൈവം സഹായിച്ച് ഇന്ന് സഭയിൽ കടന്നു വരുവാൻ നീ അവരെല്ലാം ബലപ്പെടുത്തിയല്ലോ. അതിനായിട്ട് സ്തോത്രം കർത്താവെ. പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരും ദിവസങ്ങളിൽ അവർ കർത്താവെ ആശുപത്രിയിലൊക്കെ പോയി ചെക്കപ്പ് ഒക്കെ നടത്തുമ്പോൾ യാതൊരുവിധ പ്രയാസവും അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടും അവരുടെ ശരീരം സൗഖ്യപ്പെടുവാൻ കർത്താവെ ഞങ്ങൾ ഈ ജനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മമാർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. സകലരെയും നിന്റെ കരത്തിൽ ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് കർത്താവെ. അതെല്ലാം നീ അറിയുന്നു. നിന്റെ കരുണയാൽ കർത്താവെ നീ ഞങ്ങളുടെ കൂടെയുള്ളതാകയാൽ ഞങ്ങൾ മനുഷ്യരെ ആരും ഭയപ്പെടാതെ നിന്നിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. നിന്റെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട നന്മകളെല്ലാം വന്നു ചേരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ആഴ്ച കർത്താവെ നിന്നിൽ ആശ്രയിച്ച് നിന്റെ മുൻപാകെ ഭയഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ഭക്ഷണത്തെയും കൂട്ടായ്മയും എല്ലാം നീ അനുഗ്രഹിക്കണമേ. ഇന്ന് കടന്നു വരുവാൻ കഴിയാത്ത സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അഖിലിനായി പ്രാർത്ഥിക്കുന്നു. കണ്ണിന്റെ ആ പ്രയാസത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ തനിക്കൊരു യാത്രയൊക്കെ ഉണ്ടല്ലോ, കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു
കടന്നു വരാൻ കഴിയാത്ത മറ്റു സഹോദരങ്ങളെ എല്ലാം കർത്താവെ അടുത്ത ആഴ്ച കടന്നു വരുവാൻ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനം ഞങ്ങളുടെ എല്ലാം ഉള്ളത്തിൽ കർത്താവെ ധൈര്യം പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാവിനെ കടിഞ്ഞാണിടുവാൻ കഴിയാതെ പല പ്രാവശ്യം തോൽവിയിൽ കടന്നുപോയ സഹോദരങ്ങളെ കർത്താവിലൂടെ കടിഞ്ഞാണിടുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. അനുസരണത്തിലേക്ക് അവരെ നീ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവഭയത്തോടൊപ്പം തന്നെ ദൈവത്താൽ ഇത് സാധ്യമാണെന്നുള്ള പ്രത്യാശയും ഞങ്ങളുടെ ഉള്ളത്തിൽ നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിനക്ക് പ്രസാദകരമായ ഒരു ജനമായി ജീവിപ്പാൻ ഞങ്ങളേവരെയും നീ സഹായിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും സംസർഗവും നാം ഏവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.